മെയിൻ ലുക്കില് അമ്മ ഇല്ല നിർത്താൻ പോകുന്നു. നമുക്കൊരു കപ്പ ബിരിയാണി വെച്ചാലോ? ഇത് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് സൺഡേ ഒക്കെ അല്ലേ, നമുക്കൊരു കപ്പ ബിരിയാണി ഒക്കെ ആവാം. ആക്ച്വലി ഞങ്ങളിപ്പോൾ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നേയുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് കപ്പ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ കപ്പയും ബീഫും സെപ്പറേറ്റ് വെക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് നല്ല നമ്മൾ കപ്പ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൈഡൻസ് ഫസ്റ്റ് നമുക്ക് ആദ്യം വയനാട് വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ വിളിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ മമ്മീനോട് ചോദിക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ട്രയലാണ്. അപ്പോൾ മമ്മീനോട് ചോദിച്ച് മമ്മിയുടെ ഗൈഡൻസ് എടുത്ത് നമുക്ക് എല്ല് വാങ്ങാൻ പോകണം. കപ്പ അവിടെ നമുക്ക് ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് അരിയേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് എല്ല് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മാറിപ്പോയി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ JR Diaries. കം. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ഞാൻ ഫ്രീ ഏറ്റെടുക്കുന്നത് വീഡിയോ എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുക്കാനും പിന്നെ സവാള കട്ടിങ് അങ്ങനെ കട്ടിങ് ഏർപ്പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിൻ ആയിരിക്കും ഇന്ന് ബാക്കി കുക്കിംഗ് പരിപാടിയൊക്കെ. അപ്പം ബാക്കി ഡീറ്റെയിൽസ് പുറകാനുണ്ട്. അപ്പോൾ ഗൈസ് കപ്പയരിഞ്ഞ് തുടങ്ങാൻ പോവുകയാണ്. 1, 2, 3 അറൗണ്ട് ഒരു 1.5 കിലോ കപ്പയുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് മലയോര പ്രദേശത്തുള്ള വയനാട്ടുകാരനെ എനിക്ക് കപ്പേനെ അറിയില്ലേ എന്നുള്ള കുറേ പേർ ചോദ്യത്തിനുള്ളൊരു ആൻസറാണിത്. ഈസി ആയിട്ട് എങ്ങനെ കപ്പ അറിയാം എന്നൊരു വീഡിയോ കൂടെ ഇത് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് നമ്മൾ രണ്ടറ്റവും മുറിച്ച് കളയാം. കഷ്ടം അങ്ങനെയല്ല, ഒറ്റ വെട്ട്. വലിയ കത്തി ഉണ്ടല്ലോ. ഇത് കാണും മമ്മി പറയും ഇങ്ങനെ സിമ്പിളായിട്ട് അപ്പം നമ്മുടെ കപ്പ ദേ സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് കലത്തിനകത്തിടുകയാണ്. അപ്പോൾ കപ്പ വേവുന്ന നേരം കൊണ്ട് നമുക്ക് എല്ല് ഇനി കഴുകി നമുക്ക് കുക്കറിൽ വെക്കാം. ഓക്കെ ഓക്കെ, അത് വേണ്ട, ഉപ്പ് നമുക്ക് വേറെ ഇടാം. ഓക്കെ, നമ്മുടെ കപ്പ തേ ഗ്യാസിലായി. ഇനി നമുക്ക് അത് തിളയ്ക്കുമ്പോഴേക്ക് ചിക്കനല്ലോ എല്ലിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. നമ്മുടെ ബീഫ് ഇതേ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞു. അതിനകത്തേക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന്, പിന്നെ കുറച്ച് മുളക് പൊടി മതി. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയിട്ട് വേവിക്കാൻ വെക്കാം. കുറച്ച് ഗരം മസാലയും ഇടുന്നുണ്ട്. ഗരം മസാല ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ്.
അപ്പം അതുകൂടി ഇട്ടിട്ട് നമുക്ക് എല്ലും കപ്പയും കൂടെ എല്ല് മാത്രമായിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കുക്കറിലിട്ടിട്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കറിനകത്ത് ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഓക്കെ, ഇനി അപ്പം നമുക്ക് കുക്കറിലേക്ക് ഇടുകയാണ്. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല സെറ്റാക്കണം. ഓക്കെ, കപ്പ വെന്ത് വന്നു. അപ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് അതിൻ്റെ വേവ് നോക്കി പക്ഷെ തിളച്ച് കഴിയുമ്പോഴേ ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കപ്പ ഊറ്റി, ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി പറയാൻ വിട്ടുപോയി. കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇടിച്ച് സെറ്റാക്കണം. അപ്പോഴേക്കും നമ്മുടെ എല്ല് റെഡിയായി വരുന്നുണ്ട്. നമ്മളിനി ഉടയ്ക്കുവാട്ടോ കപ്പ നല്ലപോലെ. ആക്ച്വലി നമുക്കിങ്ങനെ ഇടിക്കുന്ന സാധനമുണ്ട് ഇവിടെ, അത് വെച്ചിട്ട് ഉടച്ച് പെട്ടെന്ന് ഉടയ്ക്കും. ഹാഫ് ഉടഞ്ഞാൽ മതി, ബാക്കി എല്ലും കൂടെ വന്നിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ തന്നെ ഉടക്കുന്നുണ്ട്. ഇവിടെ കപ്പ നല്ല പാകത്തിന് അപ്പം എല്ല് വെക്കാനുള്ള പാത്രം നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കത് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചു, മതിയോ? കുറച്ച് ഒഴിക്കല്ലോ. ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ. വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഏറ്റവും അവസാനം നമ്മൾ തക്കാളി എടുക്കുന്നു കേട്ടോ. അത് നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രമേ തക്കാളി എടുക്കുന്നു. തക്കാളി ആക്ച്വലി വഴണ്ടാൻ ഒരുപാട് നേരം വേണം. ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ടാൽ മതിയോ. ഇതൊന്ന് വഴണ്ട് വരണം. ഏകദേശം വഴണ്ട് വന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിട്ട് ഇനി അതുകൂടെ വഴണ്ട് വന്നിട്ട് ബീഫിടാം. അതിപ്പോൾ വെന്തിരിപ്പുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റാണ് നോക്കണം നമുക്ക്. അത് നോക്കാം. നമ്മുടെ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. വഴണ്ട് വന്നിട്ടുണ്ട് സവാള. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ ഒരു ശകലം മുളക് പൊടി, ദെൻ ഒരു ശകലം മല്ലിപ്പൊടി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. ആക്ച്വലി നമുക്ക് കുറച്ച് അത്യാവശ്യം ഇടാം, കാരണം ബാക്കി പൊടികളിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. അത് നമുക്ക് കുറച്ച് അവസാനം ഇടാം. അത് നമുക്കൊരു മിക്സ് ചെയ്യാം. ഗരം മസാല നമ്മൾ ഓൾറെഡി ബീഫ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഗരം മസാല ചേർക്കുന്നത്. പകരം നമ്മൾ മീറ്റ് മസാല ഇടും. ഇതിങ്ങനെ കിടന്ന് ആ എണ്ണയൊന്ന് കിട്ടണം. നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ എല്ലിട്ട് കൊടുക്കാം. വെള്ളമാണ് ഇഷ്ടം. നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനകത്ത് വെള്ളം ഉണ്ടോണ്ട് വെള്ളം ചേർക്കേണ്ട വരത്തില്ല. ഇതിലേക്ക് ഇവിടെ കിടന്ന് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനുണ്ട്, വറക്കാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല രീതിക്ക് ഇളക്കി ആവശ്യത്തിന് ഉപ്പും പാകമാണെന്ന് നോക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്ക്
തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കാം. കുറച്ച് ഇട്ടു. തേങ്ങ വറുത്തത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കപ്പയും കൂടെ മിക്സ് ചെയ്യാം. ഇനി കപ്പ ഇടാൻ പോവാണ് കേട്ടോ. Oh my god. ഇപ്പം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കാം. കപ്പ ബിരിയാണിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഷെഫ് ജിതിൻ പിള്ളൈ. ജിതിൻ പിള്ളൈ ബാക്കി ഇട്. ജോർജ് മിസ് കേക്കണ്ട. ഇളക്കിയിട്ട് കാണിക്കാൻ കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടും കൂടെ പറ്റില്ല. കപ്പ ഇട്ട് കഴിഞ്ഞു. ഇത് കപ്പ ഇങ്ങനെ ഉടച്ച് ചേർക്കാൻ പോകുന്നതാണ്. ഉടച്ച് ചേർക്കും. ഇത് വെച്ചിട്ടാണ് വീട്ടിൽ വിളിച്ച് മമ്മീനെ കാണിക്കുക. സക്സസ് ആയി എന്ന് പറയാം. അങ്ങനെ എൻ്റെ ഒരു 1.5 മണിക്കൂർ ശേഷമുള്ള എൻ്റെ എല്ലാ കപ്പ ബിരിയാണീൻ്റെ പണി ഞാൻ തീർത്തിരിക്കുകയാണ് ഗൈസ്. ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം. കുറച്ച് മല്ലിച്ചപ്പിടണം. കുറച്ച് പണിയുള്ള എൻ്റെ ഇനി കഴിഞ്ഞു ഗൈസ്. റെഡിയായി ഗൈസ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ ഇത് പ്രാർത്ഥനയുണ്ടോ? ഇത് കഴിച്ചിട്ട് എനിക്കൊന്നും വൈകിട്ട് പറ്റാതിരിക്കുന്നത് എന്നെ സൂക്ഷിച്ചു. ഓക്കെ, എന്തോരം വേണമെങ്കിൽ കഴിക്കാം. ഞാനിപ്പോൾ തൽക്കാലം 2 സ്പൂൺ ഒതുക്കുവാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ഇനിയപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആളുടെ പ്രിപ്പറേഷൻസ് ആണോ? നല്ല മണമുണ്ട് ആക്ച്വലി. നല്ല കപ്പ ബിരിയാണി ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് ട്രയലാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് മമ്മീൻ്റെ ഗൈഡൻസ് എടുത്തു. ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മമ്മീനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ആവശ്യമൊന്നുമില്ല, എനിക്കറിയാമോ. പിന്നെ മമ്മിക്ക് ഫീൽ ആവണ്ടെന്ന് കരുതിയിട്ട് മമ്മി കേൾക്കുമ്പോൾ ഇത് ഒരു തങ്കടിക്ക് വിട്ടുന്നുണ്ട്. അത് വേറെ സത്യം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഞങ്ങൾ ഓടുന്നുണ്ട്. നമ്മുടെ നിർമ്മല സീതാരാം അടങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യാം. ആക്ച്വലി നല്ല റെസിപ്പി ആയിരുന്നു. ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒന്ന് ഒറ്റ ഉറക്കോ? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.